നിമിഷം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് ഈ നയം കൊണ്ടുവന്ന രീതിയെക്കുറിച്ചും പിന്നീടുണ്ടായ സമരത്തെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചുമായിരുന്നു. ഇപ്പൊ നരേന്ദ്രമോദി സർക്കാർ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം ഇപ്പോൾ ശ്രീ നാരായണ നമ്പൂതിരി പറഞ്ഞ് അവതരിപ്പിക്കുന്നത് പോലെ വിപ്ലവകരമായ മാറ്റം എന്ന രീതിയിൽ കൊണ്ടുവന്നാണ്. പക്ഷേ ഈ ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് പാർലമെന്റിലെ നമ്പറിന്റെ പേരിൽ മാത്രം ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തുണ്ടാവാം എന്നതാണോ ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്? അല്ല, ഡൽഹിയിൽ കാണുന്നത് നിഷ, ഞാൻ മനസ്സിലാക്കുന്നത് പലതരത്തിലുള്ള യു ടേണുകളുടെ ഒരു സമ്മേളനമാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സംസാരിച്ചപ്പോ ശ്രീ കെ രാഗേഷ് അദ്ദേഹം ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയെ പറ്റി അദ്ദേഹം സംസാരിച്ചു. അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ പല യു ടേണുകൾ പറഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ഈ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഒരു കാർഷിക മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരുന്നു. ആ കാർഷിക മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കും. അബോളിഷിംഗ് APMC ആക്ട്, അതായത് നിലവിലുള്ള മണ്ടികളെ സംരക്ഷിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള നിയമം ഇല്ലാതെയാക്കുക. എന്ന് വെച്ചാൽ മണ്ടികൾ വഴി കർഷകർ വിൽപ്പന നടത്തുന്ന മാർഗം അവസാനിപ്പിക്കുക. 2, അബോളിഷ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. നമുക്കിപ്പോ ഈ സ്റ്റോക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ആ ആക്ട് തന്നെ എടുത്തു കളയുക. എന്ന് പറഞ്ഞാൽ നിലവിൽ എത്രയൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യാനെന്നുള്ള പരിധി നിശ്ചയിച്ചിരിക്കുന്നു സംസ്ഥാന തലത്തിൽ, അതിനെ എടുത്തു കളയുക. ഡിലീഷൻ ഓഫ് 9th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡിനൈസ് ജസ്റ്റിസ് ടു ഫാർമേഴ്സ്. കേന്ദ്ര ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ കർഷകരുടെ കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ നിന്നും കർഷകരുടെ കാര്യങ്ങളെ മാറ്റിയതിനു ശേഷം അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ട്രേഡിനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇത് പറഞ്ഞിട്ട് ഒഫീഷ്യലായിട്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ സമരത്തിന്റെ മുൻപന്തിയിലുള്ള ഭാരതീയ കിസാൻ യൂണിയനാണ്. ഈ ഭാരതീയ കിസാൻ യൂണിയൻ തന്നെ പറഞ്ഞിരിക്കുന്ന അവരുടെ ട്വീറ്റിൽ, കഴിഞ്ഞ വർഷം മാർച്ച് 2 അവർ ഇട്ടിരിക്കുന്ന ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹൈ ടൈം ഫാർമേഴ്സ് ആർ ഫ്രീഡ് ഫ്രം സിസ്റ്റം ഓഫ് ആർത്തിയാസ്. അതായത് മിഡിൽമാൻമാരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമ്മുടെ കാർഷിക സിസ്റ്റത്തിനെ നമ്മൾ മോചിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ പഞ്ചാബ് സർക്കാരിന് എഴുതിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിൽ നിന്നുള്ള ട്രിബ്യൂൺ പത്രത്തിലുള്ള ഒരു എഡിറ്റോറിയൽ അവർ അതിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, BKU അഥവാ ഭാരതീയ കിസാൻ യൂണിയൻ ഹാസ് ബീൻ റിക്വസ്റ്റിംഗ് ദിസ് ഫോർ എ ലോങ് ടൈം. കുറെ കാലമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അബോളിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ബട്ട് ഗവൺമെന്റ്സ് ഹാവ് ഫെയിൽഡ് ടു ലിബറേറ്റ് ഫാർമേഴ്സ് അണ്ടർ പ്രഷർ ഫ്രം മിഡിൽമെൻ. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, ഇത്തരത്തിലുള്ള സിസ്റ്റം ഇന്ന് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അത് പൂർണ്ണമായിട്ടുമെന്നല്ല. കാരണം മണ്ഡി സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്യണമെന്നും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനെ എടുത്ത് കളയണമെന്നും പറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ഇന്ന് സർക്കാർ ചെയ്തിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് എടുത്ത് കളയുകയല്ല, പക്ഷെ അതിന് പാരലായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന അതേ സംവിധാനം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ ഭാരതീയ കിസാൻ യൂണിയനും ശ്രീ രാഗേഷ് പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയും അവരുടെ ഡിമാൻഡ് തന്നെ ന്യായബന്ധി, ധൻ മുക്തി, ധൻ വാപസി, ഈ 3 കാര്യങ്ങൾ, കർഷകരിലേക്ക് ധനം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു മാർഗം ഈ പറയുന്ന പരിഷ്കാരത്തിലൂടെ നടപ്പാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഡൽഹിയിൽ സമരം നടത്തുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ യൂട്ടേൺ. 2, ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ NK പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞു. ഇപ്പൊ നേരിട്ട് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തം ഇല്ല എങ്കിലും അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു കക്ഷിയാണ് UDF എന്നുള്ളത് കൊണ്ടും അതിന്റെ പേരന്റ് കക്ഷി എന്ന് പറയുന്നത് UPA ആയതുകൊണ്ടും ഈ 2019 കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവർ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നും കൂടി ഞാൻ വായിക്കാം. അവർ പറയുന്നത്, റിപ്പീൽ ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി ആക്ട്, അഥവാ മണ്ടികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിലുള്ള APMC ആക്ട് റിപ്പീൽ ചെയ്യുക. നേരത്തെ പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയൻ പറഞ്ഞിരിക്കുന്ന, ശ്രീ രാഗേഷ് പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന അതേ വാദം തന്നെ കോൺഗ്രസും പറയുന്നു. അത് എടുത്തു കളഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നാണ് കോൺഗ്രസ് പറയുന്നത്? മേക്ക് ട്രേഡ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഫ്രീ ഫ്രം ഓൾ റെസ്ട്രിക്ഷൻസ്. എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് സ്വതന്ത്രമായിട്ട് കർഷകർക്ക് ട്രേഡ് ചെയ്യുന്നതിന് എങ്ങനെ? ഇൻക്ലൂഡിംഗ് എക്സ്പോർട്സ് ആൻഡ് ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്. അതായത് സംസ്ഥാനത്തിന്റെ പരിധികളിലേക്ക് മണ്ടികൾ നിങ്ങളെ ചുരുക്കുമ്പോൾ സംസ്ഥാന പരിധിക്ക് പുറത്തേക്ക് പോയി ഇന്റർ സ്റ്റേറ്റ് ട്രേഡിലേക്ക് കൊണ്ടുവരിക. ഇപ്പോ ഈ പരിഷ്കാരം വന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണെങ്കിൽ പോലും ഇന്റർ സ്റ്റേറ്റ് സബ്ജക്ട് അഥവാ ട്രേഡ് എന്ന് പറയുന്നത് കേന്ദ്ര വിഷയമായതുകൊണ്ടാണ് ഈ നിയമം വന്നിരിക്കുന്നത്. അപ്പൊ കോൺഗ്രസും പറഞ്ഞിരിക്കുന്നത് തന്നെ. ഇനി മൂന്നാമത്, ശ്രീ കെ രാഗേഷ്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിൽ മണ്ഡി സംവിധാനമില്ല. കേരളത്തിൽ ഇവിടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് കാർഷിക വിളകൾ, നമുക്കറിയാം നെല്ല്, നാളികേരം, റബ്ബർ തുടങ്ങിയ പല വിളകളുണ്ട്.
ഇവരിൽ നിന്ന് ഇത്തരത്തിലുള്ള വിളകൾ സ്വീകരിച്ചതിന് ശേഷം അതിനെ മണ്ടികൾ കൊണ്ടുവന്ന് മണ്ടികളിൽ വഴി മാത്രം ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇടത് സർക്കാർ ഇത്രയും നാളായി നടപ്പാക്കിയില്ല? അല്ലെങ്കിൽ ശ്രീ രാകേഷ് ഇവിടെ പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. താങ്കൾക്ക് ഇവിടെ സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് പങ്കില്ല എന്ന് എനിക്കറിയാം. പക്ഷേ താങ്കൾ എന്റെ ഒരു നിർദ്ദേശമാണ്, സംസ്ഥാന സർക്കാരിനോട് പറയുക, കേരളത്തിൽ APMC ആക്ട് കൊണ്ടുവന്ന് വണ്ടികൾ കൊണ്ടുവരിക. ഒരു കാര്യം കൂടി പറയാനുണ്ട് നിഷ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ MSPയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വസ്തുതാപരമായി തെറ്റാണ്. ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്നത് ദ ഹിന്ദു 1.5 മാസം മുമ്പ് ദ ഹിന്ദു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡേറ്റ വെച്ച്, ആ ഡേറ്റ വളരെ വിപുലമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത്, അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഇൻ 68% സെയിൽ ഇൻസ്റ്റൻസസ് ക്രോപ്സ് ആർ സോൾഡ് ബിലോ MSP ഇൻ മണ്ടീസ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള വിളകളുടെ 2/3 ഭാഗത്തിൽ കൂടുതലും മണ്ടികളിൽ മിനിമം സപ്പോർട്ട് പ്രൈസിന് താഴെയാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിവൈസ് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് കർഷകന് മിനിമം, തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, കാരണം MSP എന്ന് പറയുന്നത് സർക്കാർ പ്രൊക്യൂർ ചെയ്യുന്നതിന് മാത്രമാണ്. മണ്ടികളിൽ അതിൽ താഴെയുള്ള വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ കേസിന് പോകാനോ ചൂഷണത്തിനെതിരെ പരാതി പറയാനോ യാതൊരു വിധത്തിലുള്ള അതിന് പുറത്തു കൂടിയാണ്. ശരി, എന്താണ് ശ്രീജിത്ത് പണിക്കർ പറയും? നിഷ, ഇവിടെ ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനകത്തിൽ 2 കാര്യങ്ങളിൽ ഒരു ചെറിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ട് സിവിൽ കോടതികളിലേക്ക് പോകുന്നതിനുള്ള സിസ്റ്റം മാറ്റിയതിനു ശേഷം മറ്റു രീതിയിലുള്ള എക്സിക്യൂട്ടീവിന് ഇത്തരത്തിലുള്ള പവർ കൊടുക്കുന്നതിനെ പറ്റി അദ്ദേഹം പറയുന്നു. എന്നാൽ അങ്ങനെയല്ല. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്നത്, എന്തെങ്കിലും രീതിയിലുള്ള ഒരു തർക്കമുണ്ട് എങ്കിൽ അതിന് ഒരു ത്രിതല സംവിധാനമുണ്ട്. ഒന്നാമത് ഒരു കൺസിലിയേഷൻ ബോർഡാണ്. അതിൽ ഈ കോൺട്രാക്റ്റിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന കർഷകരും അതിന്റെ സ്പോൺസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോർപ്പറേറ്റ് എന്ന് പറയാം, ഈ 2 ആൾക്കാരിൽ നിന്നും തുല്യ പ്രാധാന്യത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു കൺസിലിയേഷൻ ബോർഡാണ്. ഈ ബോർഡ് ഈ തർക്കത്തിനെ പറ്റി 30 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമെടുക്കുന്നു. ഈ 30 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഒരു വയബിൾ ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലോ, അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പരാതി ഉണ്ടെങ്കിലോ, അടുത്തത് പോകുന്നത് ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിലേക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സബ് ഡിവിഷണൽ അതോറിറ്റി അവിടെ വന്നിരിക്കുന്നതിന് ഒരു സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളുമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, പ്രശ്നം സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളുമുള്ള ഒരു കോടതിയിലേക്ക് ഒരു കോർപ്പറേറ്റും ആ കോർപ്പറേറ്റ് വേഴ്സസ് ഒരു കർഷകനും പോകുമ്പോൾ അവിടെ ആർക്കാണ് കൂടുതൽ ശക്തി ഉണ്ടാവുക എന്നുള്ളത് സംശയം. നിഷ, അതാണ് ഞാൻ പറയുന്നത്. അവിടെ വളരെ ക്ലിയർ ആയിട്ട് ആ ബില്ല് നോക്കിയിട്ടുണ്ട് എങ്കിൽ വളരെ വ്യക്തമായിട്ട് ഈ ചർച്ച തന്നെ ഇപ്പോൾ അവസാനിക്കും. കാരണം ഞാൻ പറഞ്ഞോട്ടെ, അതിൽ പറഞ്ഞിരിക്കുന്നത് 3 തരത്തിലുള്ള സംവിധാനം. ഒന്ന്, ഇതിൽ കോർപ്പറേറ്റ് ആണ് വീഴ്ച വരുത്തിയിരിക്കുന്നത് എങ്കിൽ, അതായത് പണം കർഷകന് കൊടുക്കാനുള്ളത് ആ കോൺട്രാക്ട് പീരീഡിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ 1.5 മടങ്ങ് പണം കൊടുക്കണം. അതായത് 100 രൂപയാണ് ഡ്യൂ എങ്കിൽ കോർപ്പറേറ്റ് കർഷകന് കൊടുക്കേണ്ടത് 180 രൂപയാണ്. ഇനി നേരെ മറിച്ച് അഡ്വാൻസ് ആയിട്ട് കുറച്ച് ക്യാഷ് കർഷകന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ച് അതിൽ നിന്നുള്ള ഭാഗം കൊടുത്തിട്ടില്ല എന്നാണ് കോർപ്പറേറ്റിന്റെ പരാതിയെങ്കിൽ അതിൽ കർഷകനിൽ നിന്ന് ഈടാക്കുന്നത് ആക്ച്വൽസ് ആണ്. അതായത് 100 രൂപയാണ്. എന്റെ സംശയം, ഇതെല്ലാം വളരെ നല്ല സങ്കല്പങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യം, ഇന്ത്യയിലെ ഇന്നത്തെ നിയമ സംവിധാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കർഷകൻ ഒരു കോർപ്പറേറ്റുമായ ഒരു നിയമ പോരാട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൽ ആർക്കായിരിക്കും വിജയം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ വെച്ച് ശ്രീജിത്ത് പണിക്കർ എങ്ങനെ കാണും? ഇല്ല, അതിന്റെ മറുപടി തന്നെയാണ് ഞാൻ പറയുന്നത്. താങ്കൾ അതിനെ പൂർത്തിയാക്കാൻ അനുവദിച്ചാൽ അത് മനസ്സിലാകും. രണ്ടാമത് ഞാൻ പറഞ്ഞു, കർഷകനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വൽസ് ആണ്. 100 രൂപയാണ് ഡ്യൂ എങ്കിൽ 100 രൂപ തിരിച്ചു കൊടുക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കർഷകനില്ല എന്ന് കരുതൂ. അങ്ങനെയാണ് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും കർഷകനെ ഒഴിവാക്കുകയും അയാളുടെ ഭൂമി പിടിച്ചെടുക്കുകയില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ഇതിലുണ്ട്. ഇതിനും ഈ രണ്ടാമത്തെ ബോഡിക്കും കൊടുത്തിരിക്കുന്നത് 30 ദിവസമാണ്. ഈ 30 ദിവസത്തിൽ തീർന്നില്ല എങ്കിൽ അതിന് മുകളിൽ വരുന്നത് അപ്പലേറ്റ് അതോറിറ്റിയാണ്. അതിനും സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളുമുണ്ട്. അവിടെയും 30 ദിവസം. അതായത് ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പരമാവധി 90 ദിവസത്തിനകത്ത് ഇത് ഈ നിയമങ്ങൾക്കനുസരിച്ച് കർഷകന് ആയിട്ട്, ഞാനിപ്പോ അതിന്റെ കണ്ടീഷൻസ് പറഞ്ഞു, അങ്ങനെ ഒത്തുതീർപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ഇതിലുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു കോർട്ടാണ് വേണ്ടതെങ്കിൽ, സിവിൽ കോർട്ടാണ് വേണ്ടതെങ്കിൽ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും സിവിൽ കോർട്ടിൽ ഇതൊരു കേസായിട്ട് പോകുന്നു എന്ന് സങ്കല്പിക്കൂ. ഞാൻ പറയുകയാണ്, ശരി, എങ്ങനത്തെ ഒരു സിവിൽ കോർട്ടിലേക്ക് പോകട്ടെ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏത് കാലത്ത് അത് കേസ് വിളിച്ച് ഏത് കാലത്തിന് അത് തർക്കപരിഹാരം തീരും? അത് മറ്റൊരു വിഷയം. പക്ഷെ അതുപോലെ തന്നെ ഗൗരവമുള്ളതാണ്. ഒരു നിമിഷം, ഞാൻ ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞ വിഷയത്തെ കുറിച്ച് ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു നിമിഷം ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ഈ തർക്കപരിഹാരം പ്രശ്നത്തെ സംബന്ധിച്ചാണല്ലോ വലിയൊരു ആശങ്ക കർഷകർ ഉന്നയിക്കുന്നത്. അത് വളരെ ലളിതമാണ് എന്നാണ് ശ്രീജിത്ത് പണിക്കർ ഇപ്പോൾ പറയുന്നത്. ഈ ദിവസത്തെ ഈ 30 പറയുന്ന ദിവസത്തെ സമയത്തിനുള്ളിൽ കർഷകർക്ക് അനുകൂലമായ
നിലപാടിലേക്ക് വരുമെന്നുള്ളതാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. ശ്രീ ഞാൻ പ്രേമേന്ദ്രൻ പറയുന്നതല്ല നിഷാദ്, ഞാൻ പറയുന്നതല്ല. സെക്ഷൻ 14 ആ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിയമം മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള കാര്യത്തിൽ കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ബയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന 150 100 എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തുകൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ അല്ലെങ്കിൽ സിവിൽ റെമഡിയെ ഇവരെന്തുകൊണ്ട് ഒഴിവാക്കുന്നു? അദ്ദേഹം പറഞ്ഞു ഈ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി APMC ആക്ട് അബോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അദ്ദേഹം പെരുന്നുണ പറയുകയാണ്, കള്ളം പറയുകയാണ് എന്നുള്ള ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു സാധാരണ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ വിദഗ്ധരാണ് ഇങ്ങനെയുള്ള ചിലരെന്ന് എനിക്കറിയാം. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്താ വസ്തുത? കേന്ദ്ര ഗവൺമെന്റ് APMCകൾക്ക് വേണ്ടി ഒരു മോഡൽ ആക്ട് ഉണ്ടാക്കി. ആ മോഡൽ ആക്ട് അബോളിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നിലവിലുള്ള APMCകളെ ഡീറെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മോഡൽ ആക്ടാണ്. അതിനെയാണ് അദ്ദേഹം വളച്ചൊടിച്ചിട്ട് പറയുന്നത് APMCകളെ അബോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇമാതിരി വിദണ്ഡവാദങ്ങളുമായിട്ട് ദയവ് ചെയ്തിട്ട് ചാനൽ ചർച്ചയിൽ വരാതിരിക്കുക. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അബോളിഷ് ചെയ്യണമെന്ന് ആരാ പറഞ്ഞേ? എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിന്റെ ഭേദഗതിക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങൾ അന്നും ഇന്നും. എന്തിനാ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് അങ്ങനെ അറിയുമോ? അത് കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിവെച്ച് പൂഴ്ത്തിവെപ്പ് നടത്താനും കരിഞ്ചം എന്താ നടത്തുന്നതും എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. പുതിയ ഭേദഗതിയോടുകൂടി സംഭവിച്ചെന്താണെന്നറിയോ? കോർപ്പറേറ്റുകൾക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ വാങ്ങി സംഭരിച്ചിട്ട് തങ്ങൾക്ക് താല്പര്യമുള്ള സമയത്ത് മാത്രം മാർക്കറ്റിൽ ഇറക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഉള്ളിയുടെ വിളവെടുപ്പ് സീസൺ ആകുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് ചെറിയ വിലക്ക് ഉള്ളി കിട്ടും. ഇനി മുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഈ ഉള്ളി നേരെ റിലയൻസിന്റെ, അദാനി, വിൽമറിന്റെ ഒക്കെ ഗോഡൌണുകളിലാണ് പോവുക. അവിടെ കിടക്കും. കമ്പോളത്തിൽ ഉയർന്ന വിലയുള്ള സമയത്ത് മാത്രം മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഒരു ഭാഗത്ത് കൃഷിക്കാരനെയും മറുഭാഗത്ത് ഉപഭോക്താക്കളെയും ഒരേപോലെ പിഴിഞ്ഞെടുക്കാൻ അവസരം നൽകുന്നതാണ് APMC ആക്ടിന്റെ ഈ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഭേദഗതി എന്നതിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞത്രേ. ഇമാതിരി ഒരു വാക്കുപയോഗിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശ്രീജിത്ത് പണിക്കർ, അങ്ങ് BJP അങ്ങനെ ന്യായീകരിച്ചു. പക്ഷെ ഇങ്ങനെ നുണ പറഞ്ഞ് ന്യായീകരിക്കും. ഞാനതിന്റെ ഭാഗമാണ്. ഞാൻ ഇരിക്കുന്ന സമയത്തെങ്കിലും അങ്ങ് ഇമാതിരി കാര്യങ്ങൾ പറയാതിരിക്കുക. MSPയെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അദ്ദേഹം പറഞ്ഞതിന് എല്ലാവർക്കും ഞാൻ മറുപടി പറയട്ടെ. അതിനുശേഷം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു കള്ളം പറയുന്നു എന്ന് പറയുന്നില്ല എന്ന് ശ്രീ രാകേഷ് പറയുമ്പോ തിരിച്ച് ശ്രീ രാകേഷ് കള്ളം പറയുകയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയുടെ പ്രിന്റ് ഔട്ട് ആണ്. അതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ പറയുന്നു ദ ഫാർമേഴ്സ് മാനിഫെസ്റ്റോ ഫോർ ഫ്രീഡം കോൾസ് ഫോർ. അതിന്റെ 3ാമത്തെ പോയിന്റ് ഞാൻ വായിക്കാം. നിഷ കേട്ടോളൂ, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. എനേബിളിംഗ് ട്രേഡ് ആൻഡ് കമേഴ്സ് by abolishing laws such as the Agriculture Produce Marketing Committees APMC and the Essential Commodities Acts. ശ്രീ രാകേഷ്, ഞാൻ പറഞ്ഞത് കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അല്ല, വ്യത്യാസമുണ്ട്. ശ്രീ രാകേഷ് ഇവിടെ പറയുന്നത് എന്തിനെ പറ്റിയാണെന്നറിയോ? മോഡൽ APMC ആക്ട് എന്ന് പറയുന്നത് CPM-ന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയാണ്. ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ എന്നാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിലവർ പറയുന്നുണ്ട് APMC ആക്ട് അബോളിഷ് ചെയ്യണം, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അബോളിഷ് ചെയ്യണം. അത് പറയുന്ന സമയത്ത് ഞാൻ കള്ളം പറയുന്നത് താങ്കളാണ് ശുദ്ധ നുണ പറയുന്നത്. ഇനി ഇതും കള്ളമാണെന്ന് പറയുന്നത്. ശ്രീമതി നിഷ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിന്റെ എല്ലാ ചർച്ചകളും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടുന്ന് ഏതോ ഒരു പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചാനലിൽ പറഞ്ഞാൽ അത് വസ്തുതയാവില്ല. അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ചുമ്മാ എന്തെങ്കിലും വന്നിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി എവിടുന്നെങ്കിലും എന്തോ ഒരു ഡോക്യുമെന്റ് ഫോർജ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം വായിക്കുകയാണ്. അത് വസ്തുതയല്ല. ഞാൻ ഉറപ്പിച്ചു പറയാണ്, അത് വസ്തുതയല്ല. ഉത്തരവാദിത്തോടെ ഞാൻ പറയുന്നത്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അബോളിഷ് ചെയ്യണമെന്ന് ഒരു ഘട്ടത്തിലും അങ്ങനെ പറയാൻ കഴിയില്ല. ചുമ്മാ എന്തെങ്കിലും പറയാണ്. അതുകൊണ്ട് ദേവിയെ ഇമാതിരി സംസാരം ഇവിടെ ചാനലിൽ വന്നിട്ട് അങ്ങ് നടത്താതിരിക്കുക. ഞാൻ പൂർണ്ണമായും പറയട്ടെ. അദ്ദേഹം MSPയെ കുറിച്ച് പറഞ്ഞു. എന്താ നമ്മുടെ ദേവിയതാണ് ഇടപെടാതിരിക്കുക. അങ്ങ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ മുഴുവൻ കേട്ടിരുന്ന ആളാണ്. അങ്ങ് സംസാരിക്കാൻ ഞാൻ കേട്ടിരുന്ന ആളാണ്. അങ്ങ് ഇടപെടാതിരിക്കുക. അങ്ങ്
സംഭരിക്കാൻ തീരുമാനിക്കുന്ന ഗവൺമെന്റാണ്. ഇന്ത്യയിൽ തന്നെ നെല്ലിന് ഏറ്റവും ഉയർന്ന വില നൽകി സംഭരിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. കാർഷിക മേഖലയിൽ ഇൻസെന്റീവ് നൽകി ഇടപെടുന്ന ഗവൺമെന്റാണ് ഗവൺമെന്റ് കേരളത്തിലെ. അതുകൊണ്ട് കേരളത്തിൽ ഒരു സംശയവുമില്ലല്ലോ. കാരണം അതിൽ താഴെ പോവില്ല എന്നൊരു പ്രതീക്ഷ, അതൊരു പിടി തന്നെയായിരുന്നു എന്നുള്ളതിൽ താങ്കൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അവിടെയാണ് ഇവിടെ ഉയർത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക. മറ്റൊരു ശ്രീ പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച പോലെ ഡിസ്പ്യൂട്ട് സംബന്ധിച്ച് എന്തിനാണ് ഈ ഒരു സിസ്റ്റം മാത്രമേ പറ്റൂ എന്നൊരു പിടിവാശി, അത് ആരെ സഹായിക്കാനാണ് എന്ന സംശയമാണ് ഉയരുന്നത്. നിഷ, രണ്ടിനും മറുപടി പറയാം. രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ശ്രീ പ്രേമചന്ദ്രൻ ഇവിടെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചത് ഡിക്രിയും ഡീംഡ് ഡിക്രിയും തമ്മിലുള്ള ഇൻഫോഴ്സിൽ വരുമ്പോഴുള്ള വ്യത്യാസത്തെ പറ്റിയാണ്. നോക്കൂ, ഡീംഡ് ഡിക്രി എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ കോഡ് ഓഫ് പ്രൊസീജിയറിന്റെ സെക്ഷൻ 2(2) വരാത്ത രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഡീംഡ് ഡിക്രി ആയി പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ വായിക്കാം. Every order passed by the subdivisional authority under this section shall have same force as decree of a civil court and be enforceable in the same manner as that of a decree under the Code of Civil Procedure 1908. അതായത് ഇത് ഡീംഡ് ഡിക്രി അല്ല, ഇത് നേരത്തെയുള്ള സെക്ഷൻ ഈ സിവിൽ കോഡിനകത്തിൽ പ്രൊസീജിയർ കോഡിനകത്തിൽ വന്നിരിക്കുന്ന അതേ ഭാഗം അനുസരിച്ചിട്ടുള്ള തുല്യമായ പരിഗണനയാണ്. ഡീംഡ് ഡിക്രി അല്ല, ഡിക്രി തന്നെയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഒന്നിനല്ല, ഈ അപ്പലറ്റ് അതോറിറ്റിക്ക് പറഞ്ഞിരിക്കുന്നതിനും ഇതേ പരിഗണന തന്നെ ബാധകമാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ട്, പണിക്കർ പറഞ്ഞ ആ കാര്യത്തിൽ ശ്രീ പ്രേമേന്ദ്രൻ എന്തോ മറുപടി ഉണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ. അല്ല, ശ്രീജിത്ത് പണിക്കർ വായിച്ചതാണ് ഡീംഡ് ഡിക്രി. ഇതാണ് ഈ പറയുന്ന പ്രൊവിഷനാണ് ഡീംഡ് ഡിക്രി. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ ബി കൺസിഡേർഡ് ആൻഡ് ഇറ്റ് വിൽ ബി എൻഫോഴ്സിബിൾ ആസ് സച്ച് ആസ് ദാറ്റ് ഓഫ് എ ഡിക്രി. ഇതെല്ലാ പ്രൊവിഷൻസിലും ഉള്ളതാണ്. ഡിക്രിയും ഡീംഡ് ഡിക്രിയും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആണത്. അതെല്ലാ പ്രൊവിഷൻസിലും അല്ല, വ്യത്യാസം കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ 1908ന്റെ സെക്ഷൻ 2(2) വരാത്തത് എന്ന് പറയുമ്പോൾ ഇത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന അതേ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിൽ പറയുന്ന എല്ലാ പരിഗണനകളും ഇതിന് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യാസമില്ല. പിന്നെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. താങ്ക് യു. രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. പറയുന്നുണ്ടോ മറുപടി ശ്രീ പ്രേമേന്ദ്രൻ? യെസ്. അല്ല, അത് കൺഫ്യൂഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഒരു കൺഫ്യൂഷനും ഇല്ല, വളരെ വ്യക്തമാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ഡീംഡ് ഡിക്രിയെ സംബന്ധിച്ചാണ്. ഒരു സിവിൽ കോർട്ടിന്റെ ഡിക്രിയും ഡീംഡ് ഡിക്രിയും രണ്ട് തന്നെയാണ്. എന്താണ് എൻഫോഴ്സ്? മറ്റത് ഡയറക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യാം, അതിന് പ്രത്യേകമായിട്ടുള്ള പ്രൊസീഡിങ്സ് സിവിൽ CPC അനുസരിച്ച് വീണ്ടും തയ്യാറാക്കണം. അതുകൊണ്ട് ഒരു സിവിൽ കോഡ് ജൂറിസ്ഡിക്ഷനെ പൂർണ്ണമായിട്ടും ഔസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ ചേതവികാരം എന്ത്? അറ്റ്ലീസ്റ്റ് അത് ഓപ്ഷണൽ ആയിട്ടെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നതിനെ എന്തിന് ഗവൺമെന്റ് എതിർക്കുന്നു? അപ്പൊ അബ്സല്യൂട്ട് ഫ്രീഡം ഇത്തരത്തിലുള്ള ബയേഴ്സിന് കൊടുക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ വ്യക്തം. എന്നെ സംബന്ധിച്ച് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. ഹലോ. അല്ല, ഇപ്പൊ ഒരു കർഷകനായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു റെമഡി അല്ലെങ്കിൽ എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ പോകാനാണ്. കാലതാമസം വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ആ തരത്തിൽ ഒരു ജുഡീഷ്യൽ റെമഡി എനിക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം എന്തിനു നിഷേധിക്കണം? ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പറയുന്ന ADR മെക്കാനിസം തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധിക്കുന്നത് എന്ത്? ഞാൻ ഒരു പ്രശ്നം മാത്രമാണ് അത് സൂചിപ്പിച്ചത്. അതുപോലെ സമാന സ്വഭാവത്തിലുള്ള നിരവധി ലീഗൽ ലാക്കുനാസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. റൂൾസ് മേക്കിംഗ് പവേഴ്സിനെ സംബന്ധിച്ച് നേരത്തെ ശ്രീജിത്ത് പണിക്കർ തന്നെ ചോദിച്ചു. അങ്ങനെ ADR വന്നു കഴിഞ്ഞാൽ പോലും അത് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നതിലേക്ക് പരാമർശിക്കപ്പെട്ടു. ഇതിനകത്ത് സ്പെസിഫിക് ആയി തന്നെ പറയുന്നുണ്ട്, ഈ പറഞ്ഞ ADR മെക്കാനിസത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ ഒരു കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോ ഔസ്റ്റിംഗ് ദ സിവിൽ ജൂറിസ്ഡിക്ഷൻ, പൂർണ്ണമായും സിവിൽ നടപടിക്രമങ്ങളെയും നീതിന്യായ സംവിധാനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടം പോലെ എവർക്ക് എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ എഗ്രിമെന്റിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഈ ADR മെക്കാനിസത്തിലൂടെ ബദൽ പരിഹാര സംവിധാനത്തിലൂടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ കൃഷിക്കാരനെ സംബന്ധിച്ച് ഗുണകരമല്ല, മറ്റവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാണ് എന്നാണ് എന്റെ നിയമബോധം. ശരി, ഞാനതിന് മറുപടി പറയാം. നിഷ, ഞാനതിന് മറുപടി പറയാം. എനിക്ക് ശ്രീനാരായണ നമ്പൂതിരിയിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും. അല്ല, രാകേഷ് പറഞ്ഞതിനും കൂടി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നതിനകത്തിൽ ഓപ്ഷണൽ ആക്കുക അല്ലെങ്കിൽ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഞാനിവിടെ പറയുന്നത് നിലവിലുള്ള സംവിധാനം അത് ഓപ്ഷണൽ ആക്കുന്നതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായവുമില്ല. പക്ഷെ നിലവിലുള്ള സംവിധാനത്തിൽ മാക്സിമം 90 ദിവസത്തിനകത്ത് റെസൊല്യൂഷൻ ഗ്യാരണ്ടീഡ് ആണ്. നേരെ മറിച്ച് ഇവിടെ കോർപ്പറേറ്റ് ആണ് കേസിന് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. കോർപ്പറേറ്റ് ആണ് കേസിന് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ 90 ദിവസത്തിനകം അവൻ 1.5 മടങ്ങ് നഷ്ടപരിഹാരം നൽകേണ്ടത് അവൻ നൽകേണ്ടുന്ന ആവശ്യമില്ല.
പിന്നീട് ഭാവിയിൽ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ കേസ് വിളിക്കുന്ന സമയത്ത് ആ സമയത്ത് പോയി അവൻ കണ്ടാൽ മതി. അപ്പൊ ഫലം ഇവിടെ കർഷകന് 90 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം കൊടുക്കണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനെ പറ്റി പറഞ്ഞു. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ വളരെ വലിയ അബദ്ധമുണ്ട്. കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന മോഡിഫിക്കേഷൻ കോൺഗ്രസ് പോലും, ശ്രീ പ്രേമേന്ദ്രന്റെ അറിവിലേക്കായിട്ട് പറയുന്നു, കോൺഗ്രസ് പോലും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് പ്രോമിസസ് ടു റീപ്ലേസ് ദി എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് by an enabling law that can be invoked only in case of emergencies. ആ എമർജൻസി എന്താണെന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ വില കഴിഞ്ഞ 12 മാസത്തെ വിലയിലോ കഴിഞ്ഞ 5 വർഷത്തെ വിലയിലോ ആവറേജിന്റെ ഇരട്ടിയായി കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. അത് 50% നോൺ പെരിഷബിൾ ആണെങ്കിൽ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി എന്ന് പറയുന്നത് വാർ ഫുട്ടിംഗ് ബേസിസിൽ അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനം എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന സമയത്തെന്നല്ല, ഇങ്ങനെയുള്ള മാറ്റം സമൂഹത്തിൽ വരുന്ന സമയത്ത് വരും. ഇനി ഞാൻ ശ്രീ രാജേഷിനോട് ചോദിച്ചിരുന്ന ചോദ്യം ഇത് തന്നെയാണ്. പ്രഖ്യാപിച്ചോ എന്നുള്ളതല്ല എന്റെ ചോദ്യം. ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മണ്ഡി സംവിധാനം കൊണ്ടുവരികയും മണ്ഡി സംവിധാനം വഴി മാത്രം കൊണ്ടുവരികയും ചെയ്യുന്നതിനെ പറ്റി ശ്രീജിത്ത് പണിക്കർ താങ്ങുവില സംബന്ധിച്ച് താങ്കളുടെ സമയം വളരെ പെട്ടെന്ന്. താങ്ങുവില സംബന്ധിച്ച് നിഷ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ താങ്ങുവില എന്ന് പറയുന്നത് മണ്ഡികളിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതായത് കർഷകർക്ക് അവർക്ക് കൃത്യമായ രീതിയിലുള്ള വില അവരുടെ പ്രൊഡ്യൂസിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന നേഷൻ വൈഡ് യൂണിഫോം ആയിട്ടുള്ള പ്രൈസിൽ കേന്ദ്രം തന്നെ അത് പ്രൊക്യൂർ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ആ താങ്ങുവില എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ശിരോമണി അകാലിദളിനെ പറ്റി പറഞ്ഞു. ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിലുള്ള 85% പാഡി കർഷകർ അല്ലെങ്കിൽ വീറ്റ് കർഷകർ തുടങ്ങിയ ആൾക്കാരുടെ പ്രൊഡ്യൂസ് മുഴുവനും FCI വഴി പ്രൊക്യൂർ ചെയ്യുകയാണ്. അപ്പൊ 85% ആൾക്കാർക്ക് നിലവിൽ MSP അഷ്വേർഡ് ആണ്. അപ്പൊ ആ MSP വഴി സംസ്ഥാന സർക്കാരിന് 6+2.5% ടാക്സ് 2 ഇനത്തിലായിട്ട് സംസ്ഥാന സർക്കാരിന് കിട്ടുന്നത് 5 വർഷത്തേക്ക് 18,000 കോടി രൂപയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന്റെ താല്പര്യം, ഇപ്പൊ ശിരോമണി അകാലിദളിനെ പോലെ പഞ്ചാബിലെ പൊളിറ്റിക്സ് വളരെ പ്രാധാന്യമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തുക അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് NDAയിലെ ഒരു സഖ്യകക്ഷി ആയിട്ട് പോലും അവർ ഈ ഒരു കാര്യം, ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഭാവിയിൽ പഞ്ചാബിൽ അവർക്ക് അധികാരത്തിൽ വന്നാൽ അവരുടെ കയ്യിൽ നിന്ന് കൈമോശം വരും എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും ഇതിൽ നിന്ന് പ്രതിഷേധിച്ചു പോകുന്നത്. ഒരു കാര്യം കൂടി, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന ഡിക്രി ആൻഡ് നമ്മൾ പറഞ്ഞ ഡീംഡ് ഡിക്രിയിൽ ഒരു കാര്യം കൂടി പറയുന്നു. ഇതിന് എല്ലാവിധ അധികാരവും, അതായത് നമ്മൾ സാധാരണ ഒരു കോർട്ടിനുള്ള എല്ലാവിധ അധികാരവും പൂർണ്ണമായിട്ട് അതേപടി തന്നെയുണ്ട്. അതിൽ അപ്പീൽ താങ്കളുടെ മറുപടിയോടുകൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ പ്രേമേന്ദ്രൻ. അല്ല, വീണ്ടും ശ്രീജിത്ത് വസ്തുതാവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ നിയമത്തിന്റെ സാങ്കേതികത്വത്തിലേക്ക് വീണ്ടും പോവുകയല്ല. ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് ഉൾപ്പെടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന മിക്കവാറും സമാന സ്വഭാവത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൊക്കെ തന്നെ ഇത് പറയുന്നുണ്ട്. അതാണ് ഡീംഡ് ഡിക്രി. ഡീംഡ് ഡിക്രി ഈസ് entirely different from that of a decree because operative part of a judgment is decree. ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ഇല്ല ശ്രീജിത്ത് പണിക്കർ, ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണ്. സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡറിന്മേൽ ഒരു ഡിക്രി ഉണ്ടാകാൻ കഴിയില്ല. പക്ഷേ ഡിക്രിക്ക് സമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻഫോഴ്സ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിനും അതിന്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. മറ്റൊരു കാര്യം അങ്ങ് സൂചിപ്പിച്ചത് 90 ദിവസത്തിനുള്ളിൽ ഉണ്ടോ എന്നുള്ളതുമാണ്. ഒരു നിമിഷം ശ്രീജിത്ത് പണിക്കർ, ശ്രീ പ്രേമേന്ദ്രൻ പറഞ്ഞു പൂർത്തിയാക്കും. തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ടോട്ടലി, ഞാൻ ധരിച്ചത് പ്ലീസ്, ഞാൻ ധരിച്ചത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വസ്തുതാപരമായി പഠിച്ച് പരാമർശിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അക്കാഡമിക് ഡിബേറ്റ് തയ്യാറായത്. അല്ലെങ്കിൽ എനിക്ക് വേറെ പൊളിറ്റിക്സ് പറയാനുണ്ട്. അപ്പോ ഡിക്രിയും ഡീംഡ് ഡിക്രിയും എന്ന് പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഡിക്രി ഈസ് ദ ഓപ്പറേറ്റീവ് പാർട്ട് ഓഫ് എ ജഡ്ജ്മെന്റ്, മറ്റൊരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ആ ഓർഡർ എൻഫോഴ്സ് ചെയ്യാനുള്ള സംവിധാനം ബാധിക്കുന്നു എന്നുള്ള സാങ്കേതികത്വമല്ലാതെ വ്യത്യാസം പറയൂ. ഒന്ന് ജുഡീഷ്യൽ, ഞാൻ പറയാം, ഒന്ന് ജുഡീഷ്യൽ റെമഡി, രണ്ടാമത്തെ എക്സിക്യൂട്ടീവ് റെമഡി. ഒരു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ ഒരു കോർപ്പറേഷന് സ്വാധീനിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ശ്രീജിത്ത് പണിക്കർ. നിഷ്പ്രയാസം സ്വാധീനിക്കാം. അതെ, കാതലായ കാര്യങ്ങളിലേക്ക് അതുകൊണ്ട് അങ്ങനെ തർക്കിച്ചു പോകണ്ട, അങ്ങനെ തർക്കിച്ചു പോകണ്ട. ഇനി പറയാറില്ലേ, കേന്ദ്രത്തിലുള്ള എത്രയോ കേസുകൾ സുപ്രീം കോടതിയിൽ പോലും ജഡ്ജികളുടെ ഡിഗ്രി